ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ഓൺ ദ വേ. ഒരു അനുഗ്രഹം വരുന്നുണ്ട് മക്കളെ, ഒരു കൃപ വരുന്നുണ്ട്, ഒരു വെളിച്ചം വരുന്നുണ്ട്, ഒരു രക്ഷ വരുന്നുണ്ട്, ഒരു അനുഗ്രഹം വരുന്നുണ്ട്. തീർന്നെന്ന് പറഞ്ഞേക്കല്ല. ഇറ്റ്സ് ഓൺ ദ വേ, ഇറ്റ്സ് ഓൺ ദ വേ. ഹല്ലേലൂയ. ഇപ്പം ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തെന്ന് പറയും, എംബസിയിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, കിട്ടും. അപ്പം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയാം അതിപ്പം തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ട്, അതിപ്പം കോട്ടയത്ത് വന്നിട്ടുണ്ട്, ഏജൻസിക്കാരത് വാങ്ങിച്ചിട്ടുണ്ട്. ട്രാക്ക് ചെയ്യണം. നമുക്കുള്ള രക്ഷയെ, നമുക്കുള്ള കൃപയെ, നമുക്കുള്ള അനുഗ്രഹത്തെ ട്രാക്ക് ചെയ്യണം മക്കളെ. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്കറിയാം ഇറ്റ് ഈസ് ഓൺ ദ വേ, ഇറ്റ് ഈസ് ഓൾറെഡി സെന്റ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അനുഗ്രഹം അയച്ചിട്ടുണ്ടെന്ന്? ഹല്ലേലൂയ. അതാടാ കൂട്ടാ, നിനക്ക് വേണ്ടി ദൈവം ഒരു അനുഗ്രഹം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്നൊരു പോസ്റ്റ് വരുന്നുണ്ട് ചങ്ങനാശ്ശേരിയിലോട്ട്, എറണാകുളത്തിന്, തൃശ്ശൂരിന്, ഇടുക്കിക്ക്, പാലായിക്ക്, കാഞ്ഞിരപ്പള്ളിക്ക്, കോട്ടയത്തിന്. ഹല്ലേലൂയ. നിന്റെ വീട്ട് അഡ്രസ് ഉണ്ട് അതില്, നിന്റെ പേരുണ്ടാ കൊട്ടാ അതിന്റെ മോളില്. ഹല്ലേലൂയ. ഒരു പാഴ്സല് വരുന്നുണ്ട്, ഒരു അനുഗ്രഹം വരുന്നുണ്ട്. എല്ലാ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകൂട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഡ്വാൻസ്ഡാ, ഹെവനും അഡ്വാൻസ്ഡാ മക്കളെ. സ്വർഗ്ഗത്തിൽ നിന്ന് ഉന്നതമായ കൃപകള്, ഉന്നതമായ വരങ്ങൾ, ഉന്നതമായ അഭിഷേകങ്ങളുണ്ട് മക്കളെ നിനക്ക് ജീവിക്കാൻ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്തൊക്കെ പോയ മക്കൾ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു, ജോലി കിട്ടിയില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പനും അമ്മയും ഇവിടുന്ന് ജീവിക്കാനുള്ള അയച്ചു കൊടുക്കും. ഈ കൊച്ചിനറിയാം എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടും. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീട് വിറ്റിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും ശരി എനിക്ക് പണം അയച്ചു തരും. ഈശോ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കും, ദുഷ്ടരായ മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതയക്കുമെങ്കിൽ the one who is good. ചുമ്മാ പറയുന്ന കർത്താവ് പാഴ്വാക്ക് പറയത്തൊന്നുമില്ല മക്കളെ. നല്ലവനായ ദൈവം അയക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയപ്പോൾ ഏറ്റവും സന്തോഷമുള്ള സംഭവം എന്നാ, വീട്ടിൽ നിന്നൊരു കത്ത് വരും, അമ്മച്ചിയുടെ ഒരു എഴുത്ത് വരും. 2 ആഴ്ച കൂടെ അമ്മച്ചിയുടെ എഴുത്ത് വരും. ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാ. ദിവസവും പോയി ബോക്സ് നോക്കും, പോസ്റ്റ് ബോക്സ് ഉണ്ട്, പേരെഴുതി വെച്ചിട്ടുണ്ട്, സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ. മിക്കവാറും ഒന്നും കാണുകയില്ല. ഓരോ പരസ്യങ്ങളൊക്കെ കൊടുത്തിടും, അതിനകത്ത് മിക്കവാറും എന്തെങ്കിലും പോസ്റ്റൊക്കെ വരുമല്ലോ, എടുത്തത് ദൂരോട്ട് കളയും. ഒരു 10 ദിവസം കഴിയും മിക്കവാറും അമ്മച്ചിയുടെ എഴുത്തുണ്ടാവും. അത് കൊണ്ടുപോയി വെച്ചൊരു 10 തവണ വായിക്കും. ഒന്നുമില്ല അതിനകത്ത്. മുണ്ടക്കയത്ത് വെള്ളം പൊങ്ങി, വെണ്ടത്ത് വഴമേതും, ആ ചേട്ടൻ അങ്ങനെ പോയി, ചേച്ചി ഇങ്ങനെ പോയി, ഇതൊക്കെ മോനെ നന്നായിട്ട് നല്ല അച്ഛനായിട്ട് ജീവിച്ചോണം കേട്ടോ. അവസാനത്തെ വാക്യം അതാ. ഇങ്ങനെ എഴുതി പിടിച്ചു. ആ ഇല്ലൻ്റെ അയക്കുന്നത് മറ്റേ ഏർമയിലില്ലേ, നിറച്ചെഴുതും അമ്മ. ഹല്ലേലൂയ. എനിക്കറിയാം എഴുത്ത് വരുമെന്ന് എനിക്കറിയാം. ഞാൻ എന്നും പോയി നോക്കും, എന്നും പോയി അനുഗ്രഹം നോക്കുന്നവരാണ് നിങ്ങൾ. എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾ നോക്കാറുണ്ടോ മക്കളെ? ഉറപ്പാന്ന്. അമ്മ അയക്കും കത്ത്, അമ്മ അയക്കും. ഞാൻ തിരിച്ചു വരുന്ന അന്ന് വരെ അയക്കുമായിരുന്നു. അന്ന് ഇതൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണൊന്നുമില്ല, അന്ന് ഇൻ്റർനെറ്റ് ഒന്നും അത്രയൊന്നും ശക്തമല്ല, വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ല.
വീട്ടിൽ ഇപ്പോഴും ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐ എം ഷുവർ അമ്മ അയക്കും, അപ്പൻ അയക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? സ്വർഗത്തിലെ അപ്പൻ അയക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ദുഷ്പകനായ അങ്ങനല്ലേ പറയുന്നത്, പൗലോസ്ലീഹ പറയുന്ന പോലെ ഒരു ഗതികെട്ട മോനാടാ നീ, ഒരു ഗതികെട്ട മോളാ നീ. നിന്റെ അപ്പൻ നിനക്ക് അത്രയ്ക്ക് ഗതികെട്ടൊരു അപ്പനാണോ നിൻ്റെത്? അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ര ഉറപ്പോടെ ഇരുന്നോടാ കൊട്ടാ, അത്ര ഉറപ്പോടെ ഇരുന്നോ. സ്വർഗ്ഗം എന്നെ സഹായിക്കും, എന്റെ പിതാവ് എന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിൽ അറിയൂ ഉണ്ടെന്ന് ഇവിടെ ഇരിപ്പുണ്ട് ദൈവം. ഇന്നലെ വായിച്ച വചനമുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ വെളിയിലുള്ളവനേക്കാൾ ശക്തനാണ്. ഉള്ളിലുണ്ട് മകളെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. സത്യം പറഞ്ഞ നിന്റെ കയ്യും കാലും ഒക്കെ ദൈവം സൃഷ്ടിച്ചതല്ലേ? നിന്റെ വർത്താനവും നിന്റെ പാട്ടും നിന്റെ പ്രസംഗവും നിന്റെ കയ്യും നിന്റെ ജീവിതവും നിന്റെ മുഖവും എല്ലാം ദൈവം സൃഷ്ടിച്ചതല്ല മക്കളെ? നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ പ്രിയപ്പെട്ടവര്, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എല്ലാം ദൈവം സൃഷ്ടിച്ച മക്കളെ. സെയിം ഫാദർ. ഒറ്റ അപ്പനേ ഉള്ളൂ കേട്ടോ. 9 അപ്പന്മാരില്ല, ഒറ്റ അപ്പൻ നമുക്കെല്ലാം കൂടെ. 9 അപ്പന്മാരില്ല, ഒറ്റ അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര ഇയാളുടെ സ്നേഹപ്രാന്ത ഈ മനുഷ്യന്. ഈ ദൈവത്തിന് സ്നേഹപ്രാന്ത് പിടിച്ചൊരു ദൈവമാണ്. സ്നേഹപ്രാന്ത്. ചില അപ്പന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? പാവ അമ്മമാർ അവസാനം കുറ്റമെല്ലാം കേട്ടോണം. ഈ സ്നേഹപ്രാന്ത് പിടിച്ച ചില അപ്പന്മാരെ കുടുംബം നശിപ്പിക്കുന്നത് സ്നേഹപ്രാന്ത് പിടിച്ച അപ്പൻ്റെ പേരാ ദൈവം. ചിരിക്കാൻ മാത്രമേ ഇതൊന്നും പറയത്തില്ലെന്ന് വാ തുറന്ന് പാ മനുഷ്യ, നിങ്ങളുടെ കൂടെ മോനല്ലേ ഇത്, മോളല്ലേ ഇത്, നീ വാ തുറന്ന് പാ. ഭയങ്കര പ്രത്യാശ അപ്പന്മാർക്ക്. നന്നായിക്കൊള്ളുന്നേ, അവള് നന്നായിട്ട് വരുമെന്നേ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, അപ്പനും അമ്മയും ഒരു മോളും കൂടെ വന്നിരിക്കുക. 11ാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുന്നത്. നമുക്ക് പ്രേമം മൂത്ത് നിൽക്കുക. നാട്ടിലെ ഒരുത്തനുമായിട്ട് പ്രേമം മൂത്ത് നിൽക്കുക. ഒന്നിനും കൊള്ളാത്തൊരുത്തനുമായിട്ട് പ്രായമുള്ള പ്രായമില്ല, സ്കൂൾ ഏതാണ്ട് എന്താണോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥനയും കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ഇവള് നമ്മളെ ചതിക്കുവോ അച്ചോ? ഞാൻ തലയ്ക്ക് കൈവപ്പ് പ്രാർത്ഥനയും അനുഗ്രഹം എല്ലാം കൊടുത്ത് മോക്കളുടെ ഉപദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യരുടെ ഒറ്റ ചോദ്യം, ഇവളങ്ങനെ നമ്മളെ ചതിക്കുവോ അച്ചോ? എൻ്റെ ദൈവമേ, മക്കളെ ചങ്ക് തരാം. നിങ്ങൾ ഞാൻ ഈസിയാണെന്നാണ് വിചാരിക്കണേ. നിങ്ങൾ ഓരോരുത്തരും അടുത്തേക്ക് വരുന്ന ഭയങ്കര ആറ്റം ബോംബുമായിട്ടാണ് വരുന്നത്. പൊട്ടിത്തെറിക്കുന്ന ചില വാക്കുകളൊക്കെ നിങ്ങളുടെ നാക്കിൽ നിന്നൊക്കെ വീഴാറുണ്ട് ചിലപ്പോഴൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കുന്നുണ്ട് കർത്താവ്, ഇവളെന്നെ ചതിക്കുവോ? ഇവൻ എന്നെ ചതിക്കുവോ? അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. ബൈബിളിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്നൊരു വാക്യമായത് കേട്ടോ, അറിഞ്ഞില്ല. ദൈവത്തെ അറിയാവോ മക്കളെ? ദൈവത്തെ അറിയാവോ? കുർബാനെ സഹായിച്ചുകൊണ്ട് ആൾത്താര ശുശ്രൂഷയായിരുന്നു ഇവിടുന്ന് പോകുന്നവരെ അവിടെ ചെന്നിട്ട് വായിരുന്നു 10 മണിലും ഈ യാക്കോബ ഓർത്തഡോക്സ് പള്ളിയിലൊക്കെ കുർബാനയ്ക്ക് പ്രായമുള്ളവരില്ലേ എന്ന് പറഞ്ഞൊരു അറിയുന്ന കാര്യം. നമ്മുടെ കത്തോലിക്ക പള്ളിയിലൊക്കെ മിക്കവാറും 10ാം ക്ലാസ് കൊണ്ട് പിന്നെ അവൻ പള്ളി വരത്തില്ല. നല്ല മതബോധന ക്ലാസ്സുകൾ നമുക്കുള്ളത് കൊണ്ട് 10ാം ക്ലാസ് കൊണ്ട് അവൻ പഠിത്തം നമുക്ക് പറ്റുമെങ്കിൽ. പക്ഷേ ഈ യാക്കോബ ഓർത്തഡോക്സ് അങ്ങനെയുള്ള പള്ളികളൊക്കെ എനിക്ക് പ്രായമുള്ളവർ, മീശക്കാരന്മാരൊക്കെ ഉമ്മൻ അച്ഛന്മാരാണോ അതോ കപ്പ്യാരുമാരാണോ എന്ന് കണ്ടാൽ തിരിച്ചറിയത്തില്ല. അങ്ങനെ പള്ളിയായിട്ടും മദ്ബഹയുമായിട്ട് ചേർന്ന് നിന്നവൻ അവൻ കാനഡയിൽ ചെന്നപ്പം, ജർമ്മനിയിൽ ചെന്നപ്പം, കഴിഞ്ഞ ദിവസം ഒരു പയ്യനും ഒരു പെണ്ണും കൂടെ ഉള്ള ഫോട്ടോ, അച്ഛാ പേര് പറഞ്ഞിട്ട് പറയാം, അവിടെ ചെന്നിട്ടൊരു മാതാമ്മയെ കണ്ടുപിടിച്ചിരിക്കുക. മാതാമ്മ എന്ന് നിന്നെ വെട്ടി നോക്കുമെന്ന് നീ ചിന്തിച്ചാൽ മതിയടാ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു 10 വയസ്സെങ്കിലും കൂടുതലുണ്ടെന്ന്. ചോദിച്ചാൽ എത്ര വയസ്സ് ആയോണ്ട് നീ, അത് 1 മാസം കണ്ട് കൂടുതൽ, 1 മാസം അല്ലായിരിക്കും, കർത്താവിൻ്റെ കണക്കായിരിക്കും.
ട്രാപ്പിൽ എന്ന് പെടുന്ന നമ്മുടെ മക്കൾ. അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയമിടിപ്പറിയാത്ത കൊണ്ടല്ലേ മക്കൾ തെറ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്തത്? എൻ്റെ അപ്പൻ്റെ ചങ്ക് പൊട്ടു എന്നറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ അമ്മയുടെ ചങ്ക് പൊട്ടു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യത്തില്ല മക്കളെ. സത്യമല്ലേ? അപ്പൻ്റെ ചങ്ക് പൊട്ടും അമ്മയുടെ ചങ്ക് പൊട്ടും എന്ന് തിരിച്ചറിയില്ലാത്തതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ഈ ചെറുക്കനൊക്കെ പോയി ഒരു കെണിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ചങ്ക് പൊട്ടും നമുക്കറിയാമോ? തിരുഹൃദയം എന്നൊക്കെ പറഞ്ഞ ദൈവത്തിൻ്റെ ചങ്ക് പൊട്ടിയതാണ് മക്കളെ. മാനവരാശിയെ ഓർത്ത്, എന്നെയും നിങ്ങളെയും ഓർത്ത് ദൈവം ചങ്ക് പൊട്ടിയതാണ്. തിരുഹൃദയത്തെ ധ്യാനിച്ച പിന്നെ പാപം ചെയ്യത്തില്ലെന്നേ. അങ്ങനെ ചങ്ക് പൊട്ടുന്നൊരു ദൈവം അവനെ അറിഞ്ഞില്ല. സത്യമല്ലേ? കുടുംബത്തിലൊക്കെ വളർന്നു വരുന്ന കൊച്ചുങ്ങൾ പെട്ടെന്ന് അപ്പനെയും അമ്മയൊക്കെ ഇട്ടേച്ചൊരു പോക്ക് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം അവനെ അറിഞ്ഞില്ല. വല്ലാതെ വിഷമിപ്പിക്കുന്ന വാക്യം. ഭർത്താവിനെ അറിയാത്ത ഭാര്യയും ഭാര്യയെ അറിയാത്ത ഭർത്താവും. ആരാ മക്കളെ ജീവിത പങ്കാളി കെയർ ചെയ്യുന്നു? ഇവൾ സങ്കടപ്പെടുന്നുണ്ടോ? ഇന്നലെ വൈകിട്ട് നിൻ്റെ ഭാര്യ സങ്കടപ്പെട്ടിട്ടുണ്ടോ? നിൻ്റെ കെട്ടിയോൾ എന്തിനാ ഈ കാര്യം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണേ? നിൻ്റെ കെട്ടിയോൻ എന്തിനാ ഇത്ര മസിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അയാൾക്ക് എന്നെ പറ്റിയോ? നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഇയാളെന്താ ഇങ്ങനെ ഒരു പരുക്കനായി പോയത്? ഒരു ദുഷ്ടനായിട്ട് ഈ കെട്ടിയോൻ തീർന്നത് എന്തുകൊണ്ടാണ്? ഒരു റീസൺ ഉണ്ട് മക്കൾ, ഒരു കാരണമുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. ഹല്ലേലൂയ. എല്ലാ പേപ്പറും പൾപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും ഒരേ സ്റ്റാഫാന്നേ. ചിലരിങ്ങനെ വല്ലാതെ നിരാശപ്പെട്ടും ദുഃഖിച്ചും. ഞാൻ ഈ ദിവസങ്ങൾ കണ്ടൊരു കുടുംബം, ഒരു കൊച്ചിനെ കൊണ്ട് വന്നിരിക്കുക. അപ്പനും അമ്മയില്ല, രണ്ടുപേരും മരിച്ചു പോയെന്ന്. നമുക്ക് ചിന്തിക്കുക, വല്യമ്മയാണ് വളർത്തുന്നത്. മഹാകുസൃതി അവനങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. അവൻ കുരുത്ത്. അവൻ്റെ അപ്പനും അമ്മയെ ശവം കണ്ടൊരു കുട്ടി എന്ത് പിന്നെ പുണ്യാളനാകണമെന്നാണ് നിങ്ങൾ പറയണത്? ഞാൻ പറഞ്ഞ അമ്മ സ്നേഹിക്കവനെ. അവൻ എൻ്റെ അടുത്ത് വരാൻ ഇഷ്ടം, എന്നെ മാത്രം അവന് ഇഷ്ടമുള്ളൂ. അവൻ ഒരച്ഛൻ്റെ അടുത്ത് ഒരു പള്ളിയിലും പോകത്തില്ല. ദൂരേന്ന് വരും ഞായറാഴ്ച അവിടെ. അമ്മ പറയാം അച്ഛനെ അവൻ ഇഷ്ടമാണ്. ഞാനവനെ സ്നേഹിക്കാറുണ്ട്, ഞാനവന് ഉപദേശം കൊടുക്കും. കുറച്ചൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നണേ. ഞാനവനെ കെട്ടിപ്പിടിക്കും. ഞാൻ എന്താ പറയുക, നീ മിടുക്കനാവൂടാന്നൊക്കെ അവൻ ചിരിക്കും എന്നെ നോക്കി. ഈ വല്യമ്മയിട്ട് വിഷമിപ്പിക്കില്ലടാന്ന് പറയുമ്പോൾ അവൻ ചിരിക്കും വീണ്ടും. നന്നാകാത്ത ആരും ലോകത്തിലില്ല മക്കളെ. നന്നാകുകയില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. നന്മയില്ലാത്ത ആരും ഈ ലോകത്തിലില്ല മക്കളെ. ഒരു ദിവസവും നന്നാകുന്ന, ഒരു ദിവസം ഇവിടെ നന്നാകുന്നു, ഒരു ദിവസം ഡേ വെയിറ്റിംഗ്. പ്രത്യാശ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ജൂബിലി ആഘോഷിച്ചില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ കാത്തിരിക്കണം മക്കളെ. നിനക്ക് ജോലി കിട്ടാനുണ്ടാ, നിനക്കൊരു ഉയർച്ച കിട്ടാനുണ്ട് മോനെ. നിന്റെ ദുഃഖം മാറുന്നൊരു ദിവസമുണ്ട്, നിന്റെ പരാജയം നീങ്ങുന്ന ഒരു ദിവസമുണ്ട്, നീ ബഹുമാനിതനാകുന്നൊരു ദിവസമുണ്ട്. ആരോടാ ഈ നട്ടുച്ച നിരത്ത് പറഞ്ഞോണ്ടിരിക്കണേ? ഹല്ലേലൂയ. ആ വീടൊക്കെ പൊളിച്ചു പണിയും, വാടക വീട് തപ്പി നടക്കുക. നിന്റെ വീട്ടിൽ വാടകയ്ക്ക് ആളുകൾ വരാൻ പോവുക. അത്രയ്ക്ക് വലിയൊരു വീട് നീ പണിയാൻ പോവുക. ഹല്ലേലൂയ. എന്നാ പറഞ്ഞാലും അനങ്ങത്തല്ലേ മനുഷ്യന്മാര്. ഹല്ലേലൂയ. വിശ്വസിക്കണം മകളെ. ഒരു വചനം കേൾക്കുമ്പോൾ ആമയം പറഞ്ഞത് സ്വീകരിച്ചത് സംഭവിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സംഭവിക്കും. ഇന്നലെ രാത്രി പാതിരായ്ക്ക് കണ്ടൊരു അമ്മച്ചി മെസ്സേജ് ഇട്ടൊക്കെ 80 ലക്ഷം രൂപയുടെ കടമുണ്ടച്ചു. അച്ഛനൊന്ന് പ്രാർത്ഥിച്ച സംഭവം മാറുമെന്ന് എനിക്കറിയാം. അച്ഛൻ പ്രാർത്ഥിച്ച് സംഭവം മാറിയാൽ ഞാൻ അവിടെ നിന്ന് സാടി എങ്ങാണ്ടു ഏതാണ്ട് മറ്റേത് മലയാളിയാണ് അമ്മച്ചി. 80 ലക്ഷം രൂപ. ഇന്നലെ ഞാൻ സാധനം നോക്കുന്നതല്ല അങ്ങനൊന്നും. ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്. ഹല്ലേലൂയ. പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്കറിയാം. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് എനിക്ക്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവോ? ഇതാ ചോദിച്ചേക്കുന്നത് അതിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ ധൈര്യം! ഈ ധൈര്യം വേണം മക്കളെ നമുക്ക്. തിരുവചനമാണ്. അവൻ സ്വജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. നിങ്ങൾ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ആരും മിണ്ടാതിരുന്നാൽ എന്നാലോചിച്ച്, ഒരു ദിവസം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ട് ജോലിയും കഴിഞ്ഞിട്ട് കുടുംബനാഥൻ വീട്ടിലോട്ട് കയറി വരുമ്പോൾ
ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, മക്കൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ? ഞാൻ കേട്ടിട്ടുണ്ട് മക്കളെ, ഇറങ്ങിപ്പോ എന്ന് മാതാപിതാക്കളോട് പറഞ്ഞ മക്കളെ കഥ. ഒന്ന് പോകാമോ ഇവിടുന്ന്? ഭാരമായി. അവൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവൻ ഈ അപ്പനും അമ്മയ്ക്ക് വലിയ ഭാരമായി പോയി. ഈ വീടുണ്ടാക്കിയ അപ്പനും അമ്മയും കൂടി. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കുടുംബത്തിന്, ചേട്ടാ ഇറങ്ങിപ്പോയി ചേട്ടാന്ന് പറഞ്ഞു. ചേട്ടന് വാടകയില്ലെങ്കിൽ ഞാൻ ചേട്ടന് വാടക തരാം. അപ്പം സ്വന്തം മോന് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ ഈ കാശുണ്ടെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞ ആളോട്. നല്ലൊരു അമ്മയായിരുന്നു. ഞാനും പറഞ്ഞതാച്ചാ പോയേക്കാന്ന് നമുക്ക്. അവനൊരു ശാപം കിട്ടേണ്ടെന്ന്. അവിടെ താമസിച്ച് അവന് ശാപം കിട്ടും. കാരണം ഇവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ കണ്ണീര് നിലത്ത് വീഴും. ആ കണ്ണീര് ശാപമായി മാറും. ആ കുടുംബം തകർന്നു. ഈ അമ്മ നല്ലൊരു പുണ്യപ്പെട്ട അമ്മ പറഞ്ഞു, ഞാനും പറഞ്ഞ അച്ഛാ അപ്പച്ചനോട് പോകാമെന്ന്. അച്ഛനൊന്ന് പറ. ഞാൻ പറഞ്ഞപ്പച്ച പൊക്കോ, നിങ്ങൾക്ക് വാടകയില്ലെങ്കിലോ കഞ്ഞിക്ക് വകയില്ലെങ്കിലോ നിങ്ങൾ വിമലേരിയിലേക്ക് പോരാ, ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങളെ. പിന്നെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. പൊക്കൊള്ളാന്ന് പറഞ്ഞായിരുന്നു അന്നപ്പച്ചൻ. ദൈവങ്ങളെ നീറ്റൽ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് നീറ്റൽ തോന്നുന്നുണ്ട് ഇത് പറയുമ്പോൾ. ഒരപ്പനെ അമ്മയൊക്കെ ഇങ്ങനെ പണിയിറക്കി വിടുക, എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. നരകമോ മക്കളാ വീട്. ഹല്ലേലൂയ. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്ന് കുർബാന സ്വീകരിക്കാതെ നമ്മൾ നിൽക്കാറില്ലേ? അല്ലെ ഒരുങ്ങാതെ കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കത്തില്ലേ? അപമാനിച്ചു വിടുന്ന ക്രിസ്തുവിനെ. ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ അപമാനിക്കില്ല മക്കളെ. പുണ്യവാന്നാരും വിചാരിച്ചതില്ല കേട്ടോ. അത് ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ അപമാനിക്കില്ല. ഒരുങ്ങി ക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കുന്നത് വല്ലാത്ത സങ്കടകരമായ കാര്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഇനി കേൾക്കണോ? അടുത്ത കേൾക്കണമെങ്കിൽ കേട്ടോ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ആരവനെ സ്വീകരിച്ചുവോ, ആരെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുവോ, ആരവന്റെ സന്നിധി നിലവിളിച്ചുവോ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം, വിശ്വസിച്ചു. I trust in you Lord. കേട്ട വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ്. ഹല്ലേലൂയ. You are made capable of becoming the children of God. ഹല്ലേലൂയ. ദൈവമക്കൾ. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്. ഇനിമേൽ നീ അടിമയല്ല, നീ ഇനി ഉടമയാണ്. ഇനിമേൽ നീ അടിമയല്ല, നീ ഇനി മകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ജഡത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, ശാരീരിക അഭിലാഷത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല. ദൈവമക്കളെ, നമ്മളിലുള്ള ആത്മാവിനെ പറ്റി ഓർമ്മിപ്പിച്ചു തരിക. ജഡമോഹങ്ങളോ ജഡതാൽപര്യങ്ങളോ ലൗകിക താല്പര്യങ്ങളോ ലോക താല്പര്യങ്ങൾക്കോ അപ്പുറത്ത് നിനക്ക് ദൈവത്തെ വെറുതെ സ്നേഹിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവമേ നിന്നെ എനിക്ക് വെറുതെ ആരാധിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പിന്നെയോ അവർ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവമക്കൾ ഇന്നിട്ട് യു ആർ ഫ്രം ഗോഡ് മക്കളെ. യു ആർ ഫ്രം എബവ്. യു ആർ ഫ്രം ദ സ്പിരിറ്റ്. ആത്മാവിൽ നിന്ന് ജനിച്ചവർ, അത് ദൈവാത്മാവിൽ നിറഞ്ഞവർ, ആത്മാവിൽ നിന്ന് ജനിച്ചവരാണ് നമ്മൾ. സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ് നമ്മൾ. ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മൾ. അവന്റെ രൂപത്തിലും ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്ക്. അവനെ നഷ്ടപ്പെടുത്തി കളയല്ല, അവന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയല്ല. നിനക്ക് വേണ്ടി ഒരു കൃപയൊരുക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹം അയച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി അനുഗ്രഹിച്ചു, നിന്നെ അനുഗ്രഹിച്ച ദൈവം നിനക്ക് വേണ്ടി ഒരു കൃപ അയച്ചിരിക്കുന്നു. ഈശോയേ, ഈശോയേ, ഈശോയേ. അത്ഭുത അഭിഷേകങ്ങൾ ഉണ്ടാവട്ടെ, അത്ഭുത കൃപകൾ നിറയട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ, അത്ഭുത സൗഖ്യം നിറയട്ടെ, അത്ഭുത വിടുതൽ നിറയട്ടെ. ഈശോയേ.
കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി പാപിയാമിൻ പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ